ഹലോ, ഇന്ന് നമ്മളുണ്ടല്ലോ ഇന്നച്ചിനെ കൊണ്ട് ഒരു 1.5 വയസ്സിന് കുത്തിവെപ്പ് എടുക്കാൻ പോയതാണ്. ആശാൻ കാവടി തുള്ളി തന്നെയാണ് പോയത്, പക്ഷെ കാവടി തുള്ളി തന്നെയാണ് തിരിച്ചു വന്നേക്കുന്നത്. ഇതാ ഒരു കുഴപ്പമില്ല, ഒരു കുത്ത് കിട്ടിയതാണെന്ന് അവനെ കണ്ടാൽ പറയുമോ? ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചു. ഇതെൻ്റെ നാടാണ് കേട്ടോ. എൻ്റെ നാടെന്ന് വെച്ചാൽ എൻ്റെ നാടിൻ്റെ ഒരു സൈഡാണ്. ഞങ്ങളിവിടെ കരടിക്കുഴിയിലാണ് കുത്തിവെപ്പ് എടുക്കാൻ വന്നത്. അവിടുത്തെ കാഴ്ചകളൊന്ന് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം. ഈ കരടിക്കുഴി പീരുമേടിനടുത്താണ് കേട്ടോ. വണ്ടിപ്പെരിയാറിനും പീരുമേടിനും നടുക്കാണ് കരടിക്കുഴി. അതിനുശേഷം ഞങ്ങൾ നേരെ വന്നത് നമ്മുടെ പട്ടുമല പള്ളിയിലാണ്. ഇടുക്കിയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് മാതാവിൻ്റെ പേരിലുള്ള പട്ടുമല പള്ളി. ഇനി ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ വണ്ടിപ്പെരിയാർ കുമ്മിളിക്ക് ഇടയിലാണ് നമ്മുടെ പട്ടുമല പള്ളി സ്ഥിതി ചെയ്യുന്നത്. മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നപ്പോൾ കുറച്ച് ലവ് ബേർഡ്സിനെയൊക്കെ കണ്ടു. കുറച്ച് നേരം നോക്കിയിരുന്നു. ചെറിയ രീതിയിൽ അവരെ ഒന്ന് ഞാൻ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുത്തെ സ്റ്റാൻഡ് വിട്ട് നേരെ വണ്ടിപ്പെരിയാറിലേക്ക് പോവാണ്. പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ തേയിലത്തോട്ടവും തേയിലത്തോട്ടത്തിന് നടുക്ക് ചെറിയൊരു ഡാം പോലെ കെട്ടിയിട്ടിരിക്കുന്നതും ഒക്കെ. ഈ കുമ്മിളിക്ക് പോകുന്ന റൂട്ടിൽ ഏറ്റവും നീറ്റായിട്ട് കാണാൻ പറ്റുന്ന ഒരു തേയിലത്തോട്ടം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് ഈ കരടിക്കുഴി കഴിഞ്ഞുള്ള ഭാഗങ്ങൾ. അങ്ങനെ വണ്ടിയിലിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇന്നച്ചൻ എത്തി നോക്കുന്നുണ്ട് കേട്ടോ. നേഴ്സ് പറഞ്ഞു വിട്ടത് പനിയുണ്ടാകും വേദന ഉണ്ടാകും എന്നൊക്കെയാണ്. പക്ഷേ ആശാനെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് ഒലീവിലേക്കാണ്. ഇന്നച്ചന് ഒരു ഐസ്ക്രീമൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് സമയം നോക്കിയപ്പോഴും ഉച്ചയായി. വീട്ടിൽ ചെന്നിട്ട് ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വണ്ടിപ്പെരിയാറ്റിൽ തന്നെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കുസ്ക കടയുണ്ട്. നല്ല അടിപൊളി കുസ്കയാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? ആർക്കൊക്കെ അറിയാം എന്നറിയില്ല. എൻ്റെ ഒരു കസിനാണ് എന്നെ പരിചയപ്പെടുത്തിയത്. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അങ്ങനെ ഞങ്ങൾ 3-4 പാഴ്സലൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. അതിനുശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ മീൻ മാർക്കറ്റിലോട്ടാണ് കേട്ടോ. മീനൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും വിശപ്പിൻ്റെ നിലവിളി വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ കുസ്ക പൊട്ടിച്ചു. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുസ്കയാണ്. ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്, കുഞ്ഞേച്ചി മാത്രം കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കുസ്കയുടെ കൂട്ടത്തിൽ സാലഡുണ്ട്, അച്ചാറുണ്ട്, അതുപോലെ ഒരു ചാറുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ മെയിൻ ഐറ്റമാണ് നമ്മുടെ ചിക്കൻ 65. അങ്ങനെ നമ്മൾ കുസ്ക കഴിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, അന്യായ രുചിയാണ്. ഈ കുസ്ക കഴിച്ചിട്ടില്ലാത്തവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയുള്ളവർ വണ്ടിപ്പെരിയാറിന് നേരെ വണ്ടി പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.